എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികളുടെ ഭാഗമായിട്ടുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നടത്തുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന്, അതായത് നവംബർ 14-ാം തീയതി വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റുമായി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട്, അതായത് 16ാമത്തെ അലോട്ട്മെൻറ്റാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ, അതായത് ഈ നവംബർ 15-ാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ്. നവംബർ 15-ാം തീയതി ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏകദേശം നവംബർ 16-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രസ് റിലീസൊക്കെ ഇവിടെ വെബ്സൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ വന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫീസ് അടച്ച് അതത് കോളേജുകളിൽ നവംബർ 16-ാം തീയതിക്കകം പ്രവേശനം നേടണം. ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുപ്പിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അഡ്മിഷൻ നേടണം. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജിലാണ് നിലവിൽ ഈ ഒരു വേക്കൻസി ഉള്ളത്, അതായത് ഈ ഒരു നാളെ പ്രസിദ്ധീകരിക്കുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഏതൊക്കെ കോളേജിലെ ഏതൊക്കെ വേക്കൻസിയിലേക്കാണ് എന്നുള്ള ലിസ്റ്റും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 12/11/2024 എന്ന് പറഞ്ഞുകൊണ്ട് വേക്കൻസീസ് ഫോർ ദ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആ ഒരു വേക്കൻസീസ് എത്ര ഉണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് ഈ ഒരു PDF ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ കോട്ടകളാണ് അവിടെ എന്നുള്ളത് നൽകിയിട്ടുണ്ട്. ആ ഒരു കോട്ടയുടെ ചുരുക്കരൂപമാണ് നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറിയിൽ കാണാൻ സാധിക്കുന്നത്. Z എന്ന് പറഞ്ഞാൽ EAവയാണ്. അതുപോലെ EWS എന്ന് പറഞ്ഞാൽ ഇക്കണോമിക്കലി വീക്കർ സെഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റാണ്. അതുപോലെ ഈ ഒരു രീതിയിൽ വിവിധ കാറ്റഗറികളിലായിട്ട് ഒഴിവുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, അതായത് BASLP, അതുപോലെ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, അതുപോലെ തന്നെ ഈ ഒരു അതുപോലെ തന്നെ BSc ഒപ്റ്റോമെട്രി, അതുപോലെ ഈ ഒരു ഫിസിയോതെറാപ്പി, അതുപോലെ റേഡിയോ തെറാപ്പി ടെക്നോളജി. അപ്പോൾ ഇത്രയും സീറ്റുകൾ, അതായത് ഇത്രയും കോഴ്സുകളിലാണ് ഒഴിവുള്ളത്. വിവിധ കോളേജുകളിലായിട്ടാണ് ഒഴിവുള്ളത്. ഇവിടെ SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കും. അതേസമയം നിങ്ങൾക്ക് ഇവിടെ DV, MU, അതുപോലെ LC, അതുപോലെ തന്നെ BH, VK എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു വിദ്യാർത്ഥികളാണ് ഉൾപ്പെടുത്തുക. ആ ഒരു സീറ്റുകളിൽ അതായത് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ ലഭിച്ചിട്ടില്ല, അതായത് ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ ആ ഒരു സ്കൂളിൽ, അതായത് ആ ഒരു കോളേജിൽ അപേക്ഷ ഓപ്ഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ മറ്റുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അത് പിന്നീട് ആ ഒരു ജനറൽ സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും ഇനി ഒഴിവുള്ള സീറ്റുകൾ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് വെച്ച് കോളേജിൽ പോയിട്ട് ഈ ഒരു നവംബർ 16-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നാളെയോടെ, അതായത് ഈ ഒരു നവംബർ 15-ാം തീയതി രാവിലെയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്കിവിടെ ലോഗിൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്ത് രജിസ്ട്രേഷൻ ID അതുപോലെ തന്നെ പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. ഇങ്ങനെ സൈൻ ഇൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതും താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും അതുപോലെ തന്നെ വ്യൂ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള പേജിലേക്ക് പോകാവുന്നതും, നിങ്ങൾക്ക് പുതുതായിട്ട് നേരത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ ഒരു വിദ്യാർത്ഥിക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ മെമോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ് ആ ഒരു പേജിൽ കാണാൻ പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മേക്ക് പേയ്മെൻറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. സെൽഫ് ഫിനാൻസ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു 25,000 രൂപയായിരിക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റ്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഏകദേശം 22,000 അല്ലെങ്കിൽ 20,000 രൂപയാണ്
ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമായ ശേഷം നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത റെസിപ്റ്റിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. സെൽഫ് ഫിനാൻസിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് തന്നെ ഏകദേശം 81,000 രൂപ വിദ്യാർത്ഥികൾ ആ ഒരു അഡ്മിഷൻ സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സമയത്തേക്ക് ആ ഒരു ഫീസും കാര്യങ്ങളൊക്കെ അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ തയ്യാറാക്കി വെക്കുക. അതായത് അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് അതായത് നിങ്ങളുടെ ഒരു വർഷത്തെ കോഴ്സ് ഫീസിൻ്റെ ആ ഒരു മുഴുവൻ ഫീസുകളും കോളേജിൽ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിലേക്ക് വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.